വ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക, അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യമാക്കുക. ഇത് നമുക്ക് എന്താണ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ഇതിന് ഉത്തരം നൽകുക എന്ന് നോക്കിയാലോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മളോട് പറഞ്ഞത് തന്നിരിക്കുന്ന ഒരു വാക്യത്തെ രണ്ട് വാക്യമാക്കാനാണ്. പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവന്റെ ചെറിയ കൈത്തലം തന്റെ നെറ്റിമേൽ വെച്ചു എന്നുള്ളതാണ്. അപ്പൊ എവിടെയാണ് പണ്ടൊരിക്കൽ താൻ തലവേദനിച്ചു കിടന്നപ്പോൾ എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് എന്താക്കാം, കിടന്നു എന്ന് നമുക്ക് മാറ്റാം അല്ലെ. കിടന്നു, അപ്പോൾ എന്നിട്ട് ഫുൾ സ്റ്റോപ്പിന് ശേഷം നമുക്ക് ആ അപ്പോൾ വേർതിരിച്ചെഴുതാം. അപ്പോൾ 10 വയസ്സായ മകൻ വന്ന് അവന്റെ ചെറിയ കൈത്തലം തന്റെ നെറ്റിമേൽ വെച്ചു. കണ്ടോ, ആശയം എവിടെയാണോ പൂർണ്ണമാകുന്നത് അവിടെ വേണം എൻ്റെ മക്കൾ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. ഈ അപ്പോൾ അതുപോലെ തന്നെ ആയതുകൊണ്ട് അങ്ങനത്തെ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ചേർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വാക്യം പൂർത്തീകരിക്കാൻ നോക്കുക. ഇനി അഥവാ ഇങ്ങനെ എന്താ പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ഇട്ട വാക്യമാണെങ്കിൽ ഇതേപോലെ കണക്റ്റിംഗ് വേർഡ്സ്, ബന്ധിപ്പിക്കുന്ന വേർഡ്സ്, അപ്പോൾ, കൊണ്ട്, ആയതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സെന്റൻസിനെ ഒറ്റ സെന്റൻസ് ആക്കാനും പറ്റും. അപ്പോൾ ആശയം നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ആശയം ചോർന്നു പോയിട്ടില്ലല്ലോ എന്നുകൂടെ നിങ്ങൾ നോക്കുക. ഇതേ രീതിക്കുള്ള ചോദ്യം നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അല്ലെ, ഞെട്ടിപ്പോയി, ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ എന്താണ്, അവിടെ നിന്നും പോയി, അവിടെ നിന്നും പോയി. ഇങ്ങനെ രണ്ട് വാക്കിലും ഒരേ അർത്ഥത്തിലാണോ പോയി എന്ന പദം ഉപയോഗിച്ചത്, ഇതിന്റെ അർത്ഥ വ്യത്യാസം എന്താണ് എന്ന് ചോദിക്കാം. അപ്പൊ ഞെട്ടിപ്പോയി എന്നുള്ളതിൽ എന്താണ്, അവന്റെ മാനസികാവസ്ഥ കൃത്യമായിട്ട് ആശയം എഴുതിയാൽ മതി. ഒന്നാമത്തെ എന്താണ്, ഒരാള് പെട്ടെന്ന് ഒരു കാര്യം കണ്ട സമയത്ത് എന്താണ് ഞെട്ടിപ്പോയി എന്ന് ഉദ്ദേശിക്കുന്നത്, അവൻ എന്താണ് അവന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള ആ ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത് അവിടെ നിന്നും പോയി എന്നതിൽ നിന്ന് എന്താണ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇതേ രീതിക്ക് അർത്ഥവ്യത്യാസം, ഒരേ വാക്കിനുള്ള അർത്ഥവ്യത്യാസവും എന്താണ് നമുക്ക് ചോദിക്കാവുന്ന 3 മാർക്കിന്റെ ചോദ്യമാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.